Hi friends, welcome to Chikku's Adikala. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ന്യൂ കുക്ക് ബനാന സ്നാക്കാണ്. നമുക്ക് കുക്കൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്നൊരു സ്നാക്കാണിത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 3 ചെറുപഴമാണ് എടുത്തേക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നല്ല പഴുത്ത പഴം വേണം എടുക്കാൻ. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ചെറിയ പീസസ് ആയിട്ട് എടുക്കാം. പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫോർക്ക് കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. പഴം ഞാൻ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പഴത്തിന് മധുരം ഉണ്ടായതുകൊണ്ട് ഇത് ചേർത്തില്ലേലും കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ചേർത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 2 കപ്പ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആദ്യം 1 കപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴത്തിൻ്റെ മിക്സുമായിട്ട് നല്ലപോലെ ഇത് യോജിപ്പിച്ചെടുക്കാം. ഇനി ബാക്കിയിരിക്കുന്ന ബിസ്ക്കറ്റ് പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് കപ്പ് ബിസ്ക്കറ്റിന്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിത് ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം. ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ബോൾസ് എല്ലാം ഇതില് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം. ബാക്കിയെല്ലാം നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയില്ലേ, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.